ആ പഴയ കുന്തക്കുരുടി എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ. അവിടെ നാം കാണുന്നത് ഒരു പോരാട്ടം എന്നുള്ളതാണ്. ഇടുക്കുവാതിലാണ് മുമ്പിലുള്ളത്. കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച നിലയിൽ അവിടെ കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ളവർ മുന്നോട്ട് വരുന്ന അവസ്ഥ, ആ വാതിൽ വളരെ ഇടുക്കമുള്ളതാണ് എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും ഈ ഭാഗം ഗിരിപ്രഭാഷണത്തിലൂടെ നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നത്, ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇവിടെ നാം കാണുന്നത് ഒരു വാതിലുണ്ട്, അത് ഇടുക്കമുള്ളതാണ്, അതിലൂടെ കടക്കണം. എന്നാൽ വിശാലമായ ഒരു വാതിലുണ്ട്, അത് വീതിയുള്ളതാണ്, വഴി വിശാലമാണ്. ഇവിടെ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതാണ്, വഴി ഞെരുക്കമുള്ളതാണ്. വഴി എന്നുള്ളത് ജീവിതത്തെയാണ് കാണിക്കുന്നത്, നമുക്കറിയാമല്ലോ. ഈ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ വഴി എന്നുള്ളത് അത് ഇടുങ്ങിയ ഒരു വഴിയാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് ഗിരിപ്രഭാഷണത്തോടെ വ്യക്തമാക്കുന്നതും ആ കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് വിശാലമായ ലോകത്താണ് നമ്മളായിരിക്കുന്നത്. വിശാലമായ ഒരു ജീവിത സൗകര്യങ്ങളുള്ള ലോകത്താണ് ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വചനം അത് വളരെ വ്യക്തമാണ്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴും അങ്ങനെ ആ വാതിലൂടെ പ്രവേശിക്കുന്നവർ ഇടുക്കുവാതിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് നാം കർത്താവിനെ നോക്കി പോകുമ്പോഴും അവിടെയും ഇടുങ്ങിയ ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഒരു ഇടുങ്ങിയ സ്ഥലത്തിലൂടെ നാം പ്രവേശിപ്പാൻ കർത്താവ് പറയുന്നത്? അവിടെ പോരാട്ടമുണ്ട് ഉള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. വളരെ പോരാട്ടമുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് നമുക്കുള്ളത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ നാം കാണുന്നത് അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജഡത്തിൽ, നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളുണ്ട്, അതിനെ നാം ജയിക്കണം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 പത്രോസ് 2:11 ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ എന്ന് നാം കാണുന്നു. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം എന്ന് അവിടെ പത്രോസ് ആഹ്വാനം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. യൂദയുടെ ലേഖനം 3-ാം വാക്യത്തിൽ നാം കാണുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നുള്ളതാണ്. അത് താൻ എഴുതുമ്പോൾ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് യൂദ പറയുന്നതായിട്ട് നാം കാണുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ലോകത്താണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പോരാട്ടമുള്ള ഒരു ജീവിതം ഈ ഭൂമുഖത്ത് നമുക്ക് ജീവിക്കാനായിട്ടും കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കൊലോസ്യർ 4:12 ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. കൊലോസ്യയിലുള്ള വിശ്വാസികളെ ആ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്ന എപ്പഫ്രാസ് എന്ന വ്യക്തിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വ്യക്തി ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി
കൊലോസ്യ വിശ്വാസികൾ നിൽക്കേണ്ടതിന് പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഒരു പോരാട്ടം നമുക്കുണ്ട്, അത് നാം പോരാടേണ്ടത് ആവശ്യമാണ്. ഇടുക്കുവാതിലാണ് നമുക്ക് മുന്നിലുള്ളത്, അതിൻ്റെ വഴി ഞെരുക്കമുള്ളതാണ് എന്നുള്ളത് നമുക്ക് കാണുവാനും കഴിയും. ഇന്ന് ലോകം വിശാലമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. KV സൈമൺ സാറിൻ്റെ ഒരു ഗാനമുണ്ട്, അതിങ്ങനെയാണ്: ഇടുക്കുവാതിലിൽ കൂടി അകത്തു കടപ്പതിന്നു മടുക്കാതെ പൊരുതിടുവിൻ. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ആമീൻ.